ഹായ് കൂട്ടുകാരെ, കുഞ്ഞുമോൾ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് നമ്മുടെ നാരങ്ങാച്ചാറാണ്. അപ്പോൾ ഇന്ന് നമ്മൾ നാരങ്ങാച്ചാറാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ചോറിൻ്റെ ഒപ്പം കഴിക്കാനും ബിരിയാണിയുടെ ഒപ്പം കഴിക്കാനും പറ്റിയിട്ടുള്ള രീതിയിലാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത്. കുറേ നാളുകൾ ഇത് കേടുകൂടാതിരിക്കും, ഒട്ടും പൂപ്പൽ വരാത്ത രീതിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മുടെ വീട്ടിൽ നാരങ്ങയുടെ മരം ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ ഞാൻ കുറച്ച് നാരങ്ങ അങ്ങനെ ഒരു മഞ്ഞ കളറായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഒന്ന് തൊട്ടാപ്പിളക്കും വീണ ഒരു രീതിയിലാണ്. അപ്പോൾ കുറച്ചൊക്കെ ഞാനിങ്ങനെ വലിച്ച് ഇട്ടു. പിന്നെ നമുക്ക് കാലത്ത് തന്നെ എണീറ്റാൽ കുറേ നാരങ്ങ അങ്ങനെ വീണ് കിട്ടും കേട്ടോ. അപ്പോൾ അതാ കുറേ മഞ്ഞ കളറുള്ള നാരങ്ങ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതാ നമുക്കിന്ന് കുറച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്കപ്പോൾ ഇന്ന് അടിപൊളിയായിട്ട് നാരങ്ങ അച്ചാർ ഉണ്ടാക്കാം. അപ്പോൾ ഇന്നാൾ നമ്മൾ ചുമന്ന നാരങ്ങ മുളക് പൊടി ഇട്ടിട്ടില്ലേ, പിന്നെ കുറച്ച് പച്ചമുളകും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതുകൊണ്ട് നമുക്കൊരു അടിപൊളി നാരങ്ങ അച്ചാർ ഉണ്ടാക്കാം കേട്ടോ. കണ്ട നല്ലോണം മഞ്ഞ കളറായിട്ടാണ് കേട്ടോ പ്രാവശ്യം കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതാ നമ്മൾ നാരങ്ങ എടുത്തിട്ടുണ്ട്. നമ്മൾ 1 കിലോ വരുന്ന അത്രയ്ക്ക് നാരങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ നന്നായി കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി കുറേ വെള്ളം നനവുണ്ട്, അത് നന്നായി തുടച്ച് എടുക്കണം കേട്ടോ. ഒട്ടും കയ്പില്ലാണ്ട് നമുക്ക് നാരങ്ങ അച്ചാർ ഉണ്ടാക്കാം. അപ്പോൾ അതാ വെള്ളം ഒക്കെ ഞാൻ ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് തുടച്ചെടുക്കട്ടെ. വെള്ളം ഇരുന്നാൽ പെട്ടെന്ന് പൂപ്പൽ വരും കേട്ടോ. അപ്പോൾ അതാ അതിൽ നിന്ന് ഞാൻ നല്ല വെളുപ്പമുള്ള നാരങ്ങയാണ് കേട്ടോ. അപ്പോൾ അതാ ഒരു 10-12 എണ്ണം കുറച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് പുഴുങ്ങിയെടുക്കണം കേട്ടോ. അപ്പോൾ പുഴുങ്ങിയെടുക്കണത് നമ്മൾ അതാ കുറച്ച് വെള്ളം ഞാൻ അടുപ്പുമ്പോൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ വെള്ളം തിളച്ചതിന് ശേഷം നമ്മുടെ ചെറുനാരങ്ങകൾ നമുക്ക് നമ്മുടെ തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അതൊന്നൊരു 4-5 മിനിറ്റ് വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അതായത് ഇങ്ങനെ പൊട്ടരുത് കേട്ടോ, പൊട്ടാത്ത വിധത്തിൽ വേവിച്ചെടുക്കാം. വെച്ചത് തിളച്ചതിന് ശേഷം നമ്മൾ നാരങ്ങ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ചൂടാവുമ്പോഴേക്കും ഇട്ട് കൊടുക്കരുത്. അപ്പോൾ ശരിക്കും നാരങ്ങ അങ്ങോട്ട് പൊട്ടിപ്പോവും കേട്ടോ. തിളച്ചതിന് ശേഷം ഇട്ട് കൊടുത്താൽ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അത് നന്നായിട്ട് നമ്മുടെ നാരങ്ങയിൽ നിന്നുള്ള ഒരു ചെറിയ പച്ച കളറൊക്കെ ഉള്ള ചെറിയ നാരങ്ങകളുണ്ട് ചില ഭാഗങ്ങളിൽ. അപ്പോൾ അതിലൊക്കെ കയ്പ്പ് ഉണ്ടെങ്കിൽ ഇങ്ങനെ നമ്മൾ നാരങ്ങ ഒന്ന് തിളപ്പിച്ചെടുക്കുമ്പോൾ പെട്ടെന്ന് കയ്പ്പ് നന്നായി കുറഞ്ഞു പോകും കേട്ടോ. അപ്പോൾ നല്ല ഒരു എന്താ പറയുക, ഞെങ്ങുമ്പോൾ ഇങ്ങനെ ഒരു ഞെങ്ങണ ആ പാകമാവണം. അത് വെച്ച് നാരങ്ങ പൊട്ടാനും പാടില്ല. അപ്പോൾ ഒരു 3 മിനിറ്റ് 4 മിനിറ്റ് ഏകദേശം ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ വെള്ളം തിളച്ചതിന് ശേഷം ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം, കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതാ ഒരു 3-4 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമുക്കിതൊക്കെ ഒന്ന് കോരി എടുക്കാം കേട്ടോ. അപ്പോൾ അതാ നാരങ്ങയൊക്കെ വാട്ടി വന്നിട്ടുണ്ട്. ഞാൻ കണ്ടില്ലേ ഇങ്ങനെ ഒരു ഞെങ്ങണം കേട്ടോ. നല്ല ചൂടുണ്ട് കേട്ടോ, ചൂടാറട്ടെ. അപ്പോൾ അതാ നാരങ്ങ പുഴുങ്ങിയിട്ട് തുടച്ച് വന്നിട്ടുണ്ട്. കണ്ടോ, നമ്മളൊന്ന് ഞെങ്ങണം, നിങ്ങൾക്ക് കാണുന്നുണ്ടോ? നാരങ്ങയൊക്കെ ചൂടാറിയതിന് ശേഷം അതിൽ വെള്ളാംശം ഒന്ന് തുടച്ചെടുക്കുക കേട്ടോ. നന്നായി ഒന്ന് വെള്ളം തുടച്ച് മാറ്റുക. അപ്പോൾ അതാ നാരങ്ങ ചൂടാറിയതിന് ശേഷം നമുക്ക് മുറിച്ചെടുക്കാം. അപ്പോൾ നാരങ്ങ നമ്മൾ മുറിച്ച് കഷ്ണങ്ങളാക്കുമ്പോൾ കയ്യോടെ നമുക്ക് കിട്ടണ കുരുക്കൾ അപ്പം നമുക്ക് മുറിക്കുമ്പോൾ മാറ്റിയിടാം. അപ്പോൾ ഒരു നാരങ്ങ വലിയ ഇതായ കാരണം ഞാനൊരു 6 കഷ്ണമാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കയ്യോടെ തന്നെ കുരുകൾ മാറ്റിയിടുക. കുരു 1-2 ആയാലും കുഴപ്പമില്ല, പക്ഷേ കുരു തോനെയായാൽ കഴിക്കാൻ നല്ല സാധ്യതയുണ്ട്. നാരങ്ങ കയ്പ്പിന് സാധ്യത വരും കേട്ടോ. ഇങ്ങനെ കുറച്ച് നാൾ സൂക്ഷിച്ചൊക്കെ വയ്ക്കുമ്പോൾ കയ്പ്പ് വരും. അപ്പോൾ നമുക്ക് കയ്യോടെ ഇങ്ങനെ കിട്ടുമ്പോൾ കത്തിയോടെ ഇങ്ങനെ എടുത്ത് മാറ്റി വയ്ക്കുക. അപ്പോൾ നമ്മുടെ നാരങ്ങ അപ്പോൾ ഇതാ നാരങ്ങയൊക്കെ അരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നാരങ്ങയിലേക്ക് ഇതാ ഒരു ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ അതാ നാരങ്ങയിൽ ഉപ്പിട്ട് വെച്ചിട്ടുണ്ട്. ഞാൻ കടലാസ് മുളക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ നാരങ്ങ അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടി കടലാസ് മുളക് ഞാൻ മേടിച്ചിട്ടുള്ളതാണ്. അടിപൊളിയാണ് കേട്ടോ ഈ കടലാസ് മുളകും ഈ അച്ചാറിൻ്റെ കൂടെ ഇട്ട് വെക്കുമ്പോൾ. പിന്നെ അതാ കുറച്ച് വെളുത്തുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ മുളകിനെ നിങ്ങളുടെ അവിടെ എന്താ പറയുകയെന്ന് പറയണം കേട്ടോ. ഇവിടെ കടലാസ് മുളക് എന്നാണ് പറയുക, വെള്ളമുളക് എന്നൊക്കെയാണ് പറയണത്. അപ്പോൾ ഈ മുളക് നമുക്ക് ഞെട്ടിയൊക്കെ കളഞ്ഞ് ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് വരാം. അപ്പോൾ ഇതാ നമ്മുടെ കടലാസ് മുളക് ഞാൻ അരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതുപോലെ ഉപ്പിട്ട് വെച്ചത് വേണമെങ്കിൽ നമുക്കൊരു ദിവസം വെച്ചിട്ട് പിറ്റേ ദിവസം ഉണ്ടാക്കാം. ഞാനൊരു ദിവസം വെക്കണില്ല, നമുക്കിപ്പോൾ തന്നെ ഉണ്ടാക്കാം. അപ്പോൾ അതാ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ സ്വർണ്ണം നല്ലെണ്ണയാണ് കേട്ടോ എടുക്കാറ്, എണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ എടുക്കുന്നവർക്ക് വെളിച്ചെണ്ണ എടുക്കാം, പക്ഷേ നല്ലെണ്ണ ആണ് നമ്മൾ നാരങ്ങച്ചാറിനൊക്കെ ടേസ്റ്റ് ഉണ്ടാവുക. ഓയിലൊന്നും പരമാവധി ഉപയോഗിക്കാണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ നന്നായി എണ്ണ ചൂടാവട്ടെ. പിന്നെ ഇതുപോലെ നാരങ്ങ വില കുറവിലൊക്കെ കിട്ടുമ്പോൾ ഉണ്ടാക്കി വെച്ചാൽ കുറേ നാൾ കേടുകൂടാതിരിക്കും കേട്ടോ. അപ്പോൾ ഇതാ എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം.
അപ്പോൾ ഇതാ കടുകൊക്കെ പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് വെളുത്തുള്ളി ഇടാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വെളുത്തുള്ളിക്ക് പകരം ഇഞ്ചി വേണമെങ്കിൽ ഇഞ്ചി ഇടാം. ഞാൻ വെളുത്തുള്ളി മാത്രമേ ഇട്ടിട്ടുള്ളൂ കേട്ടോ. വെളുത്തുള്ളി ഇഞ്ചിയും വേണ്ടവർക്ക് വെളുത്തുള്ളി ഇഞ്ചി എടുക്കാം. അപ്പോൾ ഞാനൊരു കുറച്ച് ഒരു 2 കുഞ്ഞുണ്ട വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്. അത് നന്നായി ഒന്ന് എണ്ണയിൽ കിടന്ന് ഒന്ന് ചുമന്ന കളറൊന്നും ആവണ്ട, ജസ്റ്റ് ഒന്ന് വാടിയാൽ മതി. അപ്പം തന്നെ നമ്മുടെ ഈ കടലാസ് മുളകും നമുക്ക് ഇട്ട് കൊടുക്കാം. അതും ജസ്റ്റ് ഒന്ന് അതിൻ്റെ ഒരു പച്ചമണം ഒന്ന് മാറണ വരെ ഒന്ന് വാട്ടി കൊടുക്കുക വേണ്ട, ഒന്ന് വാടട്ടെ. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ. അപ്പം നന്നായി ഒന്ന് വാട്ടി വരിക വേണ്ട കേട്ടോ. വെളുത്തുള്ളിയുടെ കളറ് ചുമന്ന നിറാവൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് വാടിയാൽ മതി. അതുപോലെ തന്നെയാണ് മുളകും. ഒരു തണ്ട് വരുന്ന കറിവേപ്പില ഇട്ട് കൊടുക്കാം. അപ്പോൾ കറിവേപ്പിലയും ഇതിൻ്റെ കൂടെ കിടന്ന് വാടട്ടെ. അപ്പോൾ ഇതാ ഒരു ടീസ്പൂൺ വരണ ഉലുവയും കായും പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ കിടന്ന് അതൊന്നും നല്ലൊരു മണം വരും കേട്ടോ. ഉലുവയും കായും പൊടിച്ചത് ഇട്ട് കഴിഞ്ഞാൽ ഒരു അടിപൊളി മണം വരും. പിന്നെ ഈ നാരങ്ങ അച്ചാർ ഉണ്ടാക്കാൻ എളുപ്പമാണ് കേട്ടോ. നമുക്കധികം സാധനങ്ങളൊന്നും വേണ്ട, പെട്ടെന്ന് ഉണ്ടാക്കി കുറേ നാളിത് കേടുകൂടാതിരിക്കും. അപ്പോൾ നമ്മൾ നേരത്തെ 1 ടീസ്പൂൺ ഉപ്പുപൊടി ഇട്ടിട്ടുണ്ടായിരുന്നു. നമുക്കിനി 1 ടീസ്പൂൺ കൂടി ഉപ്പുപൊടി ഇടാം. ഇനി അത് പിടിച്ച് വരുമ്പോൾ ഒരു ദിവസം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉപ്പൊന്ന് നാരങ്ങയിലും ഒക്കെ പിടിച്ച് വരുമ്പോൾ നമുക്ക് കുറവുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഞാൻ ഇപ്പോൾ നന്നാക്കി ഉപ്പിട്ട് വയ്ക്കുക ചെയ്തത്. നിങ്ങൾക്ക് തലേദിവസം വേണമെങ്കിൽ ഇതുപോലെ ആക്കി വെച്ചിട്ട് ഒരു ദിവസം വെച്ചിട്ട് പിറ്റേ ദിവസം ഇതുപോലെ മുളകൊക്കെ ഇട്ടിട്ട് ആക്കാം കേട്ടോ. അപ്പോൾ ഞാനിതാ 1 ടീസ്പൂൺ തന്നെ ഇതിലിട്ട് കൊടുത്തിട്ടുള്ളൂ. ഇതൊക്കെ വാടിയതിന് ശേഷം നമുക്ക് കുറച്ച് ചൊറുക്ക ഒഴിച്ചു കൊടുക്കാം. വിനിഗർ ഒഴിച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് തിളയ്ക്കാം. അപ്പോൾ ഒക്കെ ഒന്ന് തിളച്ചതിന് ശേഷം നമ്മുടെ നാരങ്ങ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ തീ സിമ്മിലാക്കി വെക്കുക വേണ്ട കേട്ടോ. ഇനി നാരങ്ങ വെന്ത് കഴിഞ്ഞാൽ ആകെ ഉടഞ്ഞു പോവും. ചെറുതീയിലിട്ടിട്ട് വേണം വെക്കുക കേട്ടോ. അപ്പോൾ അതാ നമ്മളിതിലിട്ട് മൊത്തം ഇളക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതിങ്ങനെ അടച്ചു വയ്ക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഇതിൽ വെള്ളത്തിൻ്റെ കുറവൊന്നും വരില്ല. നമ്മളൊരു 2 ദിവസം കഴിയുമ്പോഴേക്കും കണ്ടില്ലേ, അടിയിൽ കണ്ടില്ലേ വെള്ളം നന്നായി ഈ നാരങ്ങയെന്നൊക്കെ ഇറങ്ങി വന്നോളൂ കേട്ടോ. അപ്പോൾ കുറേ നാളിത് കേടുകൂടാതിരിക്കും. നമ്മളൊട്ടും വെള്ളം നനവില്ലാത്ത പാത്രങ്ങളിലാക്കി വെക്കണം കേട്ടോ. എന്നാലാണ് പൂക്കാതേക്ക് കുറേ നാൾ കേടുകൂടാതിരിക്കുള്ളൂ. നല്ല ടേസ്റ്റാണ്. ഇഞ്ചി വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഞ്ചി ഇടാം കേട്ടോ. അപ്പോൾ ഞാൻ വെളുത്തുള്ളി മാത്രമേ ഇട്ടുള്ളൂ. ഇഞ്ചിയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ഇഞ്ചി ഇടാം. നമ്മൾ ആ വെളുത്തുള്ളി വാട്ടിയ സമയത്ത് അതുപോലെ തന്നെ ഇഞ്ചി വാട്ട് വേണ്ട കേട്ടോ. അപ്പോൾ അതാ സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെയൊക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഹോസ്റ്റലിലൊക്കെ പോണ മക്കൾക്കൊക്കെ കൊടുത്തയക്കാൻ സുഖമാണ് കേട്ടോ. ഈ പച്ചമുളക് ഇത് മറ്റേ എന്താ പറയുക കടലാസ് മുളക് കിട്ടിയ കാരണം കേട്ടോ ഞാൻ അതുപോലെ അച്ചാറിട്ടത്. അപ്പോൾ അതാ സെറ്റപ്പായിട്ടുണ്ട്. 2 ദിവസം കഴിയുമ്പോഴേക്കും നമ്മുടെ നാരങ്ങയുടെ ഉള്ളിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങി നല്ലൊരു ഗ്രേവി ടൈപ്പിലുള്ള ഇതാവും കേട്ടോ. പിന്നെ ഉപ്പ് നമ്മൾ പുരട്ടി വെക്കുമ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഇപ്പോഴും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒക്കെ കൂടി നല്ല ഗ്രേവിയോട് കൂടിയിട്ടുള്ള നാരങ്ങച്ചാറാണ്. അപ്പോൾ അത് കുറേ നാളുകൾ ഇങ്ങനെ കേട് കൂടാതിരിക്കും, പൂപ്പലൊന്നും വരാണ്ടിരിക്കും. പിന്നെ നമ്മൾ എപ്പോഴും ഇത് സൂക്ഷിച്ച് വെക്കുമ്പോൾ നമ്മൾ ചില്ല് ബോട്ടിലാക്കി വെക്കുക. പിന്നെ എടുക്കുമ്പോൾ നിങ്ങൾ ഒട്ടും നനവില്ലാത്ത സ്പൂണൊക്കെ ഉപയോഗിച്ച് എടുക്കുകയാണെങ്കിൽ തന്നെ കുറേ നാളുകൾ ഇരിക്കും. അപ്പോൾ എൻ്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാറായി. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അടുത്തൊരു ദിവസം അടിപൊളി വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റ ബൈ ബൈ.